ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ വീണ്ടും ടോക്ക് ഓൺലി പി എസ് സിയിൽ നിങ്ങളുടെ അടുത്ത് ഒരു കുഞ്ഞു ടോപ്പിക്കായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളാണ്. കേരളത്തിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതൊക്കെ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഓർഡറിൽ ഓരോ ജില്ലയിൽ ഏതൊക്കെയാണ് ഉള്ളത് ആ രീതിയിലാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ്? മങ്കയം. മങ്കയം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. കാളക്കയം. കാളക്കയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. മീൻമുട്ടി. മീൻമുട്ടിയും തിരുവനന്തപുരത്താണ്. ഓക്കെ, നെക്സ്റ്റ് വാഴ്വന്തോൾ. വാഴ്വന്തോളും തിരുവനന്തപുരത്താണ്. കൊമ്പൈക്കാണി തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ 5 വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ പഠിച്ചു. മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി. മറന്നു പോകരുത് കേട്ടോ. ഈ 5 എണ്ണം എവിടെ ഉള്ളതാണ്? തിരുവനന്തപുരത്തുള്ളതാണ്. മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വന്തോള്, കൊമ്പൈക്കാണി. അതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. നെക്സ്റ്റ് പാലരുവി. പാലരുവി എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പെരുന്തേനരുവി ആണെങ്കിലോ പത്തനംതിട്ടയാണ്. അപ്പൊ പാലരുവി കൊല്ലം ജില്ലയിലും പെരുന്തേനരുവി പത്തനംതിട്ടയിലുമാണ്. നെക്സ്റ്റ് അരുവിക്കുഴി, കോട്ടയം. അപ്പൊ നമ്മൾ കൊല്ലത്ത് ഒരെണ്ണം പഠിച്ച, പത്തനംതിട്ടയിൽ ഒരെണ്ണം പഠിച്ചു, കോട്ടയത്ത് ഒരെണ്ണം പഠിച്ചു. കൊല്ലത്താണെങ്കിൽ പാലരുവി, പത്തനംതിട്ടയിലാണെങ്കിൽ പെരുന്തേനരുവി, അതുപോലെ കോട്ടയത്ത് അരുവിക്കുഴി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇടുക്കിയിലേക്ക് കടക്കുകയാണ്. ഇടുക്കിയിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്, കേട്ടോളൂ. ചീയപ്പാറ ഇടുക്കിയിലാണ്. നെക്സ്റ്റ് തൊമ്മൻകുത്ത് ഇടുക്കിയിലാണ്. കീഴാർകുത്ത് ഇടുക്കിയിലാണ്. തേന്മാരിക്കുത്ത് ഇടുക്കിയിലാണ്. തൂവാനം ഇടുക്കിയിലാണ്. വാളറ ഇടുക്കിയിലാണ്. ലക്കം, അതുപോലെ തന്നെ ചിന്നക്കനാല്, പെരിയ കനാല്, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായങ്കോട്, പിന്നെ വളഞ്ചങ്ങാനം. എത്ര പോരെണ്ണാണ് അല്ലെ. എന്തോരം വെള്ളച്ചാട്ടങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഇതുവരെ നമ്മൾ എവിടെ ഉള്ളതാണ്? നമ്മുടെ ഇടുക്കിയിലുള്ളതാണെന്ന് ഓർത്തു വെക്കാം. എവിടെ വരെയാ? ഇവിടെ വരെ, വളഞ്ചങ്ങാനം വരെ നമ്മുടെ ഇടുക്കിയാണ്. ഏതൊക്കെയാണ് ഇടുക്കിയിലുള്ളത്? കേക്കട്ടാ. ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാല്, പെരിയ കനാല്, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായംകോട്, വളഞ്ചങ്ങാനം. ഇത്രയും എവിടെ ഉള്ളതാണ്? ഇടുക്കി ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. നെക്സ്റ്റ് മൂലംകുഴി. അതെവിടെയാണ്? എറണാകുളത്താണ് കേട്ടോ. അപ്പൊ മൂലംകുഴി എറണാകുളം. നെക്സ്റ്റ് അതിരപ്പള്ളി എവിടെയാ? തൃശ്ശൂരാണ്. വാഴച്ചാല് തൃശ്ശൂരാണ്. പെരിങ്ങൽകുത്ത് തൃശ്ശൂരാണ്. ഇലഞ്ഞിപ്പാറ തൃശ്ശൂരാണ്. ഇത്രയും എവിടെയാണ്? തൃശ്ശൂര്. അതിരപ്പള്ളി, വാഴാച്ചാല്, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, അത്രയും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. ഇനി മലപ്പുറത്തേക്ക് വരുമ്പോ ആഢ്യൻപാറ. ആഢ്യൻപാറ വാട്ടർഫോൾ എവിടെയാണ്? അത് നമ്മളുടെ മലപ്പുറം ജില്ലയിലാണ്. ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയതിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ധോണി മുതൽ ഇതുവരെ, മീൻവല്ലം വരെ, അതായത് ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം, അത്രയും ഭാഗം പാലക്കാട് ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. ഏതൊക്കെയാണ്? ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം. ഇത്രയും വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. നെക്സ്റ്റ് തുഷാരഗിരി കോഴിക്കോടുള്ള വാട്ടർഫോൾ ആണ്. പിന്നെയോ കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം. കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം, മീൻമുട്ടി. ഇത്രയും എവിടെയാണ്? വയനാട്. മീൻമുട്ടി നമ്മൾ തിരുവനന്തപുരത്ത് ഒരെണ്ണം പഠിച്ചിട്ടില്ലേ? മീൻമുട്ടി തിരുവനന്തപുരത്ത് ഉണ്ട്, അതുപോലെ തന്നെ വയനാടും ഉണ്ട്. അത് ഓർത്തു വെക്കാം. ദെൻ അളകാപുരി എവിടെ ഉള്ളതാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ 37 വെള്ളച്ചാട്ടങ്ങളുടെ പേരും അതേത് ജില്ലയിലും ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇത്ര ആദ്യം ബേസിക്കലി നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ.